ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ്. നിരന്തരം തീവ്ര വർഗീയത പറയുന്ന നേതാക്കളിൽ അസം മുഖ്യമന്ത്രി. അദ്ദേഹം ശാരദ ചിറ്റ് ഫണ്ട് കേസിൽ പ്രതിയായിരുന്നു, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നേരിട്ട ആളാണ് 2014-15 കാലത്ത്. 2015 EDയുടെ അന്വേഷണം മുറുകിയപ്പോൾ അദ്ദേഹം BJPയിൽ ചേർന്നു. അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായില്ല. അദ്ദേഹം ഈ കേസ് മരവിച്ചു. അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രിയായി, അസമിലെ മുഖ്യമന്ത്രിയായി. മറ്റൊന്ന് സുവേന്ദു അധികാരി, തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം ഈ നാരദ സ്റ്റിംഗ് കേസിലും ശാരദ കേസിലും അദ്ദേഹം EDയുടെ അന്വേഷണത്തിന് വിധേയനായി. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ 2017 BJPയിൽ ചേർന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നിലച്ചു. മുകുൾ റോയ് തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ED അന്വേഷണം അതും ഈ പറഞ്ഞതുപോലെ നിന്ന നിപ്പിൽ നിലച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി മാറി, അദ്ദേഹം BJPയിലേക്ക് എത്തുമ്പോഴേക്ക് അന്വേഷണം നിലച്ചു. ഇത് ഈ നേരത്തെ പറഞ്ഞല്ലോ, 2014 ശേഷം അന്വേഷിച്ച 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയായിരുന്നു. ആ പ്രതിപക്ഷ നേതാക്കളിൽ കാലുമാറാൻ തയ്യാറായവർക്കെതിരെയുള്ള അന്വേഷണം ആ ഘട്ടത്തിൽ തന്നെ മരവിക്കപ്പെട്ടു. ഇത് ഒരു തലം. ഇനി മറ്റൊന്ന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം വിശേഷിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് അതിനനുസരിച്ച് ശക്തമായ പ്രക്ഷോഭമൊന്നും കാണാതെ ഇരിക്കുകയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട് കേസ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഇലക്ട്രൽ ബോണ്ടും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. കഴമ്പുള്ള ആരോപണങ്ങൾ കുറേ ഉന്നയിച്ചില്ലേ? അതിലെവിടേക്കെങ്കിലും കാര്യങ്ങൾ എത്തിയോ? നിങ്ങൾ നോക്കൂ. ഇപ്പം ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അരവിന്ദോ ഫാർമ 2022 നവംബറിൽ അതിൻ്റെ ഡയറക്ടർ ശരചന്ദ്ര റെഡ്ഡി അറസ്റ്റിലായി. അടുത്ത ദിവസം 5 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തു. 2023 നവംബറിൽ 25 കോടി കൊടുത്തു. കേസ് അവിടെ അസ്തമിച്ചു. ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാന്റിയാഗോ മാർട്ടിൻ 2021 ED റെയ്ഡിന് ശേഷം ഏപ്രിലിൽ 100 കോടിയാണ് നിന്ന നിപ്പിലങ്ങ് കൊടുത്തത്. മൊത്തം അയാൾ 1368 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. മേഘ എഞ്ചിനീയറിംഗ് ED അന്വേഷണം വരികയാണ്. അപ്പോൾ തന്നെ 2019 584 കോടി. അല്ല, അത് മുഴുവൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മുഴുവൻ പറയാൻ അങ്ങ് നീണ്ടുപോകും. ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം അവർക്ക് ഈ ED അന്വേഷണം നടത്തുന്നു. ED അന്വേഷണം നടത്തുമ്പോൾ പെട്ടെന്ന് ഇവർ കാശ് കൊടുക്കുന്നു, 500 കോടി രൂപ. അപ്പോൾ ED അന്വേഷണം നിലയ്ക്കുന്നു എന്ന് മാത്രമല്ല, കരാറുകൾ കിട്ടുന്നു സർക്കാരിൻ്റെ. അങ്ങനെ ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്.